ഒരു ശ്രീ ഗണപതിയെ നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് രോഹിണി നക്ഷത്രത്തിനെ കുറിച്ച് കാര്യങ്ങൾ പറയാം. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. ഈ രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർ കുലശ്രേഷ്ഠരും സത്യസന്ധതയുള്ളവരും മനോഹരമായി സംസാരിക്കുന്നവരുമാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും അവരെ ആശ്വസിപ്പിക്കാനും ഇവർക്ക് കഴിയും. ഈ നക്ഷത്രജാതർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരുമായിരിക്കും. നേത്രവൈകല്യമോ നേത്രരോഗ സാധ്യതയോ ഉണ്ട്. ജീവിതത്തിൽ ഒരു നല്ല അടിത്തറ പണിതുയർത്താൻ ഇവർക്ക് കഴിയും. ലൗകിക സുഖത്തിലും സമ്പത്തിലും പ്രതിപത്തിയുള്ളവരാകയാൽ ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കും. രോഹിണിക്കാർ അമ്മയോട് വളരെ സ്നേഹമുള്ളവരായിരിക്കും. വാത്സല്യം ഇവർക്ക് ഏറെ അനുഭവിക്കാനും ആകും. നക്ഷത്രാധിപത്യം ചന്ദ്രന് വരികയാലും ഈ നക്ഷത്രത്തിൽ ചന്ദ്രന് ഉച്ചം വരികയാലുമാണ് ഈ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നത്. രോഹിണി നക്ഷത്രാധിപനായ ചന്ദ്രനും രാശ്യാധിപനായ ശുക്രനും സ്ത്രീഗ്രഹങ്ങളായതിനാൽ രോഹിണിക്കാരിൽ സ്ത്രീകളിൽ കൂടുതലായി കാണാറുള്ള ശിശുവാത്സല്യം, ഭൂതദയ, മുഖപ്രസാദം, പരോപകാര പ്രവണത, ആകർഷകമായ പെരുമാറ്റം, ലാളിത്യം എന്നീ ഗുണങ്ങൾ ഇവർക്കുണ്ടാകും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചന്ദ്രൻ്റെ വൃത്തിക്ഷയം പോലെ തന്നെ ഇവരുടെ സ്വഭാവത്തിലും ചാഞ്ചല്യമുണ്ടാകും. രോഹിണി നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ നന്നായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല ധാരണയുള്ള സഹിഷ്ണുതയും ഉള്ള പങ്കാളിയെ ലഭിക്കും. രോഹിണിയിൽ ജനിച്ച സ്ത്രീകൾ സ്നേഹനിധികളായ ഭാര്യമാരും വാത്സല്യമുള്ളവരും ആയിരിക്കും. എന്നാൽ അമ്മമാരുമായിരിക്കും. ക്ഷമയുള്ള നല്ല പങ്കാളിയുമായിരിക്കും ഇവർ. അപ്പോൾ ബാല്യകാലം പൊതുവെ രോഗങ്ങൾ അലട്ടുമെങ്കിലും പനി, ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും 30 വയസ്സ് വരെ ഉണ്ടാകും. ഇതൊക്കെ 30 വയസ്സിന് ശേഷം 40-ന് മധ്യയാണ് കാലം ഗുണകരമായിട്ട് കാണുന്നത്. കുടുംബസുഖവും സന്താനസുഖവും ഒക്കെ ബന്ധുഗുണവും ഒക്കെ ഈ സമയത്താണ് ഉണ്ടാകുന്നത്. 46 മുതൽ 65 വയസ്സ് വരെ ആരോഗ്യം മെച്ചമല്ലെങ്കിലും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. 60-ന് ശേഷം ഗുണദോഷ സമ്മിശ്രമാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പിന്നെ നക്ഷത്രങ്ങളുടെ സ്ഥാനചലനങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് അന്നേരം ഉള്ള കാര്യങ്ങൾ പറയുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.